വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മെ ഒരു ആഴത്തിലുള്ള ആത്മീയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ക്രിസ്തു ശരീരസൗഖ്യം മാത്രമല്ല, ആത്മാവിൻ്റെ രക്ഷകനുമാണ് എന്നുള്ള ഒരു വലിയ മാനം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷവാത രോഗിയെ അവൻ്റെ സുഹൃത്തുക്കൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു ആദ്യം പറഞ്ഞു, മകനെ, ധൈര്യപ്പെടുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനഭാഗം നമ്മെ 5 പ്രധാന ആത്മീയ സത്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. 1. വിശ്വാസം ദൈവകൃപയുടെ വാതിൽ. രോഗിയെ കൊണ്ടുവന്നത് അവൻ്റെ സുഹൃത്തുക്കളാണ്. യേശു അവരുടെ വിശ്വാസമാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ സിറിൽ പറയുന്നത്, വിശ്വാസം മനുഷ്യനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്ന വഴിയായിട്ടാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല, മറ്റുള്ളവർക്കായി നാം കാണിക്കുന്ന വിശ്വാസവും ദൈവം അംഗീകരിക്കുന്നു എന്ന് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. 2. പാപമോചനം, ഏറ്റവും വലിയ സൗഖ്യം. യേശു ആദ്യം രോഗിയെ ശാരീരികമായി സുഖപ്പെടുത്തുന്നില്ല. അവൻ ആദ്യം പാപമോചനമാണ് നൽകുന്നത്. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ അത്താനാസ്യൂസ് പറയുന്നു, പാപം മനുഷ്യൻ്റെ യഥാർത്ഥ രോഗമാണ്. അതിൻ്റെ ഔഷധം ദൈവകൃപയാണ്. ശരീര സൗഖ്യത്തേക്കാൾ പ്രധാനമായി നമുക്ക് വേണ്ടത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ദൈവികമാവുന്ന അധികാരം. ശാസ്ത്രിമാർ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ദൈവദൂഷണമാണ് പറയുന്നുവെന്ന്. എന്നാൽ യേശു അവരുടെ ചിന്തകൾ അറിഞ്ഞിട്ട് യേശു തമ്പുരാൻ പറയുന്നു, പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? ശേഷം അവൻ രോഗിയെ സുഖപ്പെടുത്തി. നാസിയാൻസിലെ പരിശുദ്ധനായ ഗ്രിഗോറിയോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ദൈവിക അധികാരത്തിൻ്റെ തെളിവാണ് എന്ന്. ക്രിസ്തുവിന് പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരമുണ്ട്, കാരണം അവൻ ദൈവപുത്രനാണ്. 4-ാമത്തെ ചിന്ത എന്നുള്ളത് ദൃശ്യമായ അത്ഭുതം, അദൃശ്യമായ സത്യത്തിൻ്റെ തെളിവ്. രോഗി എഴുന്നേറ്റ് നടന്നു. ഇത് എല്ലാവർക്കും കാണുന്ന ഒരു അത്ഭുതമാണ്. വലിയമാർ ബസേലിയോസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ദൈവം ദൃശ്യമായ അത്ഭുതങ്ങളിലൂടെ അദൃശ്യമായ സത്യത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ്. ശാരീരിക സൗഖ്യം ആത്മീയ സൗഖ്യത്തിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 5-ാമത്തെ ചിന്ത എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ജനങ്ങൾ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടപ്പോൾ ഭയപ്പെട്ടു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ലിയോൺസിലെ പരിശുദ്ധ ഐറേനിയസ് നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ്റെ ജീവൻ നിറഞ്ഞ ജീവിതത്തിലാണ് എന്ന്. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായുള്ളതായി തീരണം എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. 5 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 1. വിശ്വാസം ദൈവകൃപയുടെ വാതിൽ. 2. പാപമോചനം, ഏറ്റവും വലിയ സൗഖ്യം. 3. ക്രിസ്തുവിന് പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരമുണ്ട്. 4. ദൃശ്യമായ അത്ഭുതങ്ങൾ ആത്മീയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. 5. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മളോട് പറയുകയാണ്, മകനെ, ധൈര്യപ്പെടുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വരിക. അപ്പോൾ അവൻ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും സൗഖ്യമാക്കും. ദൈവകൃപയിൽ നാം പുതുക്കപ്പെട്ട നന്മയുള്ള ജീവിതത്തിൻ്റെ വക്താക്കളാകുവാൻ സംഗതിയാകി തീരട്ടെ.